ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രതിസന്ധിയിൽ ഇന്ത്യ-US അസ്വാരസ്യം രൂക്ഷമാകുന്നതിനിടെ ഇന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക കൂടിക്കാഴ്ച. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി മോദി ടിയാൻജിനിൽ. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നാളെ ചർച്ച. വയനാടിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ആനക്കാംപോയിൽ കല്ലാടി മേപ്പാടി തുരങ്ക പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കും. താമരശ്ശേരി ചുരത്തിലെ യാത്രാ ദുരിതത്തിന് ആശ്വാസമാകും. മലബാറിന്റെ വികസനത്തിൽ പുതിയ നാഴികക്കല്ലാകുമെന്നും വിലയിരുത്തൽ. കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനു മാലിക്കിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുക്കും. പ്രത്യേക അന്വേഷണ സംഘം അനൂപിനെ ചോദ്യം ചെയ്യും. സ്ഫോടക വസ്തു നിർമ്മാണത്തിനുള്ള വെടിമരുന്ന് എവിടെ നിന്ന് എത്തിക്കുന്നുവെന്നും സ്ഫോടക വസ്തുക്കൾ ആർക്കുവേണ്ടി നിർമ്മിക്കുന്നുവെന്നും കണ്ടെത്താൻ ശ്രമം. കേരള സർവകലാശാല BA സിലബസിൽ പാബ്ലോ നെരൂദയുടെ പേരിൽ ChatGPT ടൂൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ കവിത ഇടം പിടിച്ചതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനോട് അടിയന്തര റിപ്പോർട്ട് തേടി വൈസ് ചാൻസലർ. കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് 4ാം വർഷ BA 1ാം സെമസ്റ്ററിൽ. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് നാളെ പാട്നയിൽ സമാപനം. ഗാന്ധി മൈതാനത്ത് നിന്ന് അംബേദ്കർ പ്രതിമ വരെ പദയാത്ര. ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമാക്കി മാറ്റാൻ കോൺഗ്രസ് നീക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 5ാം ജയം. തൃശൂർ ടൈറ്റൻസിനെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്. KCLൽ ഇന്ന് 2:30 ആദ്യ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും.